തായ്വാൻ കടലിടുക്കിൽ ചൈനയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പൽ മേഖലയിൽ വീണ്ടും സംഘർഷഭരിതമായ അവസ്ഥ ഉയർത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ പാകിസ്ഥാന്റെ വിമാനവാഹിനി കപ്പലിന്റെ സാന്നിധ്യം ഏറെക്കുറെ ഗൗരവത്തോടു കൂടി തന്നെ ഇന്ത്യ കണക്കാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈനയുടെ ഈ ഒരു ഇത്തരത്തിൽ നീക്കം ആഗോളതലത്തിൽ പോലും വലിയ ശ്രദ്ധ നേടുകയും ഇത് വലിയ രീതിയിൽ ഒരു ഞെട്ടൽ ഉളവാക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതാകട്ടെ കൂടുതൽ തായ്വാന് വലിയ രീതിയിൽ അവർക്ക് പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിലേക്ക് ഇത് മാറുമെന്നും കൂടുതൽ സംഘർഷങ്ങൾ അവിടെ മേഖലയിൽ രൂപപ്പെടുമെന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. അതോടൊപ്പം തന്നെ ഇത് ജാഗ്രതയോട് കൂടിയിട്ടാണ് ഇവിടെ വീക്ഷിക്കുന്നത്. ഏഷ്യൻ പസഫിക് മേഖലയിൽ വീണ്ടും സംഘർഷം കനക്കുകയാണ്. ചൈനയുടെ ഏറ്റവും പുതിയതും അത്യാധുനികവുമായ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ തായ്വാൻ കടലിലൂടെ സഞ്ചരിച്ചതായിട്ടാണ് ഇപ്പോൾ തായ്വാൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. തായ്വാൻ സൈന്യം 5 വർഷത്തെ യുദ്ധസന്നാഹ പരിശീലനം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നതും. ചൈന തായ്വാനെ സ്വന്തം പ്രദേശത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. അതേസമയം ജനാധിപത്യ ഭരണത്തിലുള്ള തായ്വാൻ സ്വതന്ത്ര ഭരണകൂടവുമായി തന്നെ തുടരുകയുമാണ്. ഈ പശ്ചാത്തലത്തിൽ ചൈനയുടെ ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പൽ തായ്വാൻ കടലിടുക്കിലൂടെ തന്നെ കടന്നു പോകുന്നത് ശക്തമായ രാഷ്ട്രീയ സൈനിക സന്ദേശമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തി ഇല്ലാത്ത വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായ ഫുജിയാൻ ചൈനയുടെ നാവികശക്തിയുടെ പുതിയ പ്രതീകവുമാണ്. അത്യാധുനിക ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റബിൾസ് സംവിധാനങ്ങളുടെ ഈ കപ്പൽ ചൈനയുടെ സമുദ്രാധിപത്യ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതും. അതേസമയം ചൈനയുടെ സൈനിക നീക്കങ്ങൾ വർദ്ധിച്ചതോടുകൂടി തന്നെ തായ്വാൻ അതിവേഗ യുദ്ധസന്നാഹ പരിശീലനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ആക്രമണ മുന്നറിയിപ്പിനുള്ള സമയം കുറഞ്ഞു വരുന്നു എന്ന ആശങ്ക തായ്വാൻ പ്രതിരോധ നേതൃത്വം അവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തായ്വാൻ കടലിടുക്കിൽ ചൈനയുടെ ശക്തി പ്രകടനം കൂടുകയും ഏഷ്യൻ മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലേക്ക് തള്ളുമോ എന്ന ചോദ്യവുമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം കൂടുതലായി തന്നെ ഉറ്റുനോക്കുന്നത്. അതേസമയം ചൈനീസ് സൈനിക ആക്രമണ സാധ്യതയുള്ള സാഹചര്യത്തിൽ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തായ്വാൻ ഈ ആഴ്ച തന്നെ 5 ദിവസത്തെ സൈനിക അഭ്യാസം ആരംഭിച്ച സാഹചര്യത്തിൽ കൂടി ഈ കൈമാറ്റം ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ തായ് ടൈംസ് പറയുന്നതനുസരിച്ച് ചൈനയുടെ ഗേഗ് ഡ്രോൺ പ്രവർത്തനങ്ങളുടെ പെട്ടെന്നുള്ള വർധനവിന് മറുപടിയായി തന്നെ സൈനിക യൂണിറ്റുകൾക്ക് എത്ര വേഗത്തിൽ വിന്യസിപ്പിക്കാൻ കഴിയുമെന്നത് പരീക്ഷിക്കുന്നതായി തന്നെയാണ് ഉടനടി പോരാട്ട സന്നദ്ധത പരിശീലനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. നാവിക പെട്രോളിംഗ്, സൈനിക വിമാനങ്ങളുടെ കടന്നുകയറ്റം, ഡ്രോൺ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള തുറന്ന സംഘർഷം അത് തടയുന്നത് നിർബന്ധിത നടപടികളാണ് എന്നതാണ് ഗ്രേറ്റ് ഡ്രോൺ തന്ത്രങ്ങൾ ഇവിടെ വിളിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.